അത് ക്രിസ്തേശുവിന്റെ ഔന്നിത്യം അത് അവർണ്ണനീയമാണ്. അത് നമുക്ക് ചില ക്ലാസ്സുകൾ കൊണ്ടോ ചില ദൈവവചന ഭാഗങ്ങൾ വിശദീകരിക്കുന്നതൊന്നും അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുവാൻ കഴിയുന്നില്ല. എന്നാൽ അതിന്റെ ഒരു ആകത്തുകയൊന്നും മനസ്സിലാക്കാനും ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഈ ദൈവവചന പഠനങ്ങൾ നമുക്ക് അനുഗ്രഹമായും തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് നമ്മുടെ ക്രിസ്തുവിനുള്ള പരിജ്ഞാനം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള വാസത്തിൽ അവന്റെ വചനം നമ്മൾ വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് കൂടുതലായി മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. അത് ഇന്നുവരെ നമുക്ക് കർത്താവ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ കൊലോസ്യ ലേഖനം 1:18 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയുമാകും. അവിടുന്ന് സഭ എന്ന ശരീരത്തിന്റെ ശിരസ്സാകുന്നു. സകലത്തിനും തൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ എതിർന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ഈ ഭാഗം നമ്മളെ ദൈവസഭ എങ്ങനെയാണ് ദൈവസഭയെ ദൈവം ഉരുവാക്കി എടുത്തത്, ഇപ്പോഴും ദൈവമക്കളെ ഉരുവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ആ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണ് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ കർത്താവായ യേശു എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സഭയുടെ ശിരസ്സായിരിക്കുന്നത്? അപ്പം അത് നമ്മളെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല. നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കർത്തൃത്വം, സഭയുടെ ശിരസ്സാകുന്ന ക്രിസ്തുവിനെ നമ്മൾ പൂർണ്ണമായും അനുഭവിച്ചറിയുന്നവരാണ്. ഇത് നമ്മുടെ വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ അറിയുന്നത് തന്നെ ഒന്നും കൂടെ ചിന്തിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസം തോന്നണ്ട. അത് അനുഗ്രഹമാക്കി ദൈവം തീർക്കും. ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ ശിരസ്സൽവിൽ തലയുമാകുന്നു. അപ്പം ഇതുവരെ നമ്മൾ ചിന്തിച്ചു വന്നത് ക്രൈസ്റ്റ്, ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, ദൈവത്തിന്റെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ആൻഡ് ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ, അല്ലെങ്കിൽ ആദ്യജാതൻ, അല്ലെങ്കിൽ ആദ്യ സ്ഥാനം, മുൻസ്ഥാനം, ഒന്നാമതായി നിൽക്കുന്നവൻ, പവർ ഓഫ് ക്രിയേഷൻ, എല്ലാ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ശക്തി, ആൻഡ് ഈസ് എ പർപ്പസ് ഓഫ് ക്രിയേഷൻ, സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ഉദ്ദേശം ക്രിസ്തുവാണ്. ആൻഡ് ഈസ് ബിഫോർ ക്രിയേഷൻ, അവൻ ക്രിയേഷന് മുമ്പുള്ളതാണ്. ആൻഡ് ഈ സസ്റ്റെയിൻസ് ക്രിയേഷൻ, അവൻ സൃഷ്ടിയെ പരിപാലിക്കുന്നു, നിലനിർത്തുന്നു. ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളായിട്ട് അവന്റെ ഔന്നിത്യത്തിന്റെ ഒരു കൺക്ലൂഷനാണ് ഞാൻ ഈ പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്, ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. നമ്മൾ ഫസ്റ്റ് ബോൺ എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അവൻ ക്രിയേഷൻ ആയിട്ടല്ല അങ്ങനെ പറയുന്നത്, അവന്റെ റാങ്ക് ആണ് പറയുന്നത്. ഹി ഫസ്റ്റ് ഇൻ റാങ്ക്. ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ക്രിയേഷൻ, ക്രൈസ്റ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ, ക്രൈസ്റ്റ് ഈസ് ബിഫോർ ക്രിയേഷൻ, ആൻഡ് ക്രൈസ്റ്റ് സസ്റ്റെയിൻസ് ക്രിയേഷൻ. ഏഴാമത്തെ പോയിന്റ് എന്ന നമ്മൾ ചിന്തിക്കുന്നതാണ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. ക്രിസ്തു സഭയുടെ ശിരസ്സാകുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ഔന്നിത്യമാണ് നമ്മൾ അതിന്റെ ഒരു സമ്മറിയാണ് അതിന്റെ പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അത് നമുക്ക് പല ഭാഗങ്ങൾ എടുത്ത് നമ്മൾ ചിന്തിച്ച്, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ നിന്ന് യോഹന്നാൻ സുവിശേഷമാണ് കൂടുതലായി നമുക്ക് ചിന്തിക്കാൻ കർത്താവ് കൃപ ചെയ്തത്. അവന്റെ ഔന്നിത്യം വെളിപ്പെടുന്നത്. അതിലൊരു വാക്യം ഞാൻ സുവിശേഷത്തിൽ വന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചർച്ചിന്റെ അല്ലെങ്കിൽ ദൈവമക്കൾ എങ്ങനെ ഉളവാകുന്നു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആ 18-ാം വാക്യത്തിലേക്ക് പിന്നെ പോകാഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 1:18 അവിടെ വ്യക്തമായി അപ്സൽ ഇങ്ങനെ പറയുന്നുണ്ട്. 1:18 ദൈവത്തെ ആരും, യോഹന്നാൻ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. No one has ever seen God, but the unique one, who is himself God, is near to the Father's heart. He has revealed God to us. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം who is near to the Father's heart. He has revealed God to us. അവൻ, ആ ഏകജാതനായ പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അത് അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ അവർ ക്രിസ്തുവിൽ കണ്ട ഔന്നിത്യം, ക്രിസ്തുവിൽ കണ്ട ദൈവത്തിന്റെ സർവസമ്പൂർണത, അതിനെയാണ് നമ്മൾ ചിന്തിച്ച് വന്നത്. അതിനൊരു കൺക്ലൂഷൻ എന്ന നിലയിൽ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ആ സാക്ഷ്യം ഇതാണ്: പിതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ പിതാവും തന്നെ, അതിന്റെ വാക്യം ഞാൻ അടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. He has revealed God to us. No one has ever seen God. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. But the unique one, അതുല്യനായവൻ, ആരുമായി മാച്ച് ചെയ്യാൻ കഴിയാത്ത, കമ്പാരിസൺ ഇല്ല, the unique one who is himself God, is near to the Father's heart. He has revealed God to us. ഓർത്തോടെ, no one has ever seen God. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ ഒരുവൻ ഇതാ ദൈവത്തെ റിവീൽ ചെയ്തിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു, കാണിച്ചു തന്നിരിക്കുന്നു, ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. ആ ഒരു വലിയ സാക്ഷ്യം അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് അവന്റെ ഔന്നിത്യത്തിന്റെ ഒരു പ്രധാന സന്ദേശമാണ്. ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം, നമ്മൾ ദീർഘ ആഴ്ചകളായി അത് ചിന്തിച്ചു വരുന്നതാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ ഔന്നിത്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് എഴുതുന്നത്. അത് എഴുതുന്ന കൂട്ടത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെ പരാമർശിക്കുമ്പോൾ 1:19 ഇങ്ങനെ പറയുന്നു: നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടത് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെ ലേവ്യരെ അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ, അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത്? അങ്ങനെ ചോദിച്ചിട്ട് അപ്പോ യോഹന്നാൻ സ്നാപകൻ പറയാണ്, 26-ാം വാക്യം, അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നത് നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, ലോകം അവനെ അറിഞ്ഞില്ല. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന് വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇനി 29-ാം വാക്യം, ലോകം അറിയാത്തവനെ ലോകത്തിന്റെ മുമ്പിൽ യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുകയാണ്. പിന്നെ നാളെ യേശുവിന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു, ആ വാക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഔന്നിത്യം. നമ്മുടെ സബ്ജക്റ്റ് വിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അപ്പൊ നമുക്ക് ഒത്തിരി എന്താണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, no one has ever seen God. ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്ന ഒരുവനുണ്ട്, ദൈവമായവൻ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. അപ്പൊ മുന്നാലെ യോഹന്നാൻ സ്നാപകനാണ്, പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. അടുത്ത വാക്ക് യേശുവിന്റെ ഔന്നിത്യമാണ് പറയുന്നത്. അവൻ നമ്മൾ മുമ്പേ പറഞ്ഞ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്, പേഴ്സണൽ റാങ്ക്, പവർ ഓഫ് ക്രിയേഷൻ, പർപ്പസ് ഓഫ് ക്രിയേഷൻ, ബിഫോർ ക്രിയേഷൻ, സസ്റ്റെയിൻസ് ക്രിയേഷൻ എന്ന് പറയുന്ന അത്രയും ഭാഗമാണ് നമ്മൾ. അതിൽ നിന്ന് അല്പം മാറിയാണ് നമ്മൾ ഈ ഹെഡ് ഓഫ് ദ ചർച്ച് ചിന്തിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. എന്റെ പിന്നാലെയാണ് അവൻ വരുന്നത്, പക്ഷെ അവന്റെ അസ്തിത്വം, അവന്റെ എക്സിസ്റ്റൻസ് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്റെ പിന്നാലെയാണ് ഈ പുരുഷൻ വരുന്നത്, പക്ഷെ അവൻ എനിക്ക് മുമ്പനായി തീർന്നു പറയുമ്പോൾ ലോകത്തിനത് മനസ്സിലാകുന്നില്ല, സ്വന്തം ജനത്തിന് അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതിനകത്തൊരു ഔന്നത്യത്തിന്റെ മർമ്മം, അതിശ്രേഷ്ഠതയുടെ പ്രീ എമിനൻസിന്റെ, സകലത്തിനും ആധാരമായിരിക്കുന്നവന്റെ, സകലത്തിനും മുൻപേ ഉള്ളവന്റെ ആ രഹസ്യം. അപ്പോ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ഓർക്കണം, അവനെനിക്ക് മുമ്പനായി തീർന്നു.
എന്ന് പറയുമ്പോൾ അതിന്റെ അസ്തിത്വത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. അവൻ എനിക്ക് മുമ്പനായി തീർന്ന് എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ടല്ല, എന്നെ ഓവർടേക്ക് ചെയ്ത് എന്റെ ശിഷ്യന്മാരെ കൂടെ അവന്റെ കൂടെ കൂട്ടി അവന്റെ അവന്റെ ഡിസൈപ്പിൾസിന്റെ എണ്ണം കൂട്ടിയത് കൊണ്ടല്ല അവൻ എനിക്ക് മുമ്പനായി തീർന്നത്. അവന്റെ കൂടെ ആൾക്കാർ കൂടിയത് കൊണ്ടല്ല അവൻ മുമ്പനായി തീർന്നത്. ഞാൻ അവന് വഴിമാറിക്കൊടുത്തവനെ മുമ്പനാക്കിയതുപോലെ പിന്നെയോ അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. എനിക്ക് മുൻപനായി അവൻ തീർന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. യേശുവിന്റെ ആ ഔന്നിത്യം, അവന്റെ അതിശ്രേഷ്ഠത യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ പിതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പുത്രൻ റിവീൽ കാണാൻ കഴിയത്തില്ല, പക്ഷേ പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറയാണ്, എനിക്ക് നല്ലതായിട്ടറിയാം, അതുകൊണ്ടാണ് യോഹന്നാൻ ക്രിസ്തു അല്ല. യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷെ ലോകത്തിന് അറിയാത്ത കൊണ്ട് അവർക്ക് ഭയങ്കര ചോദ്യങ്ങളാ. നീ ആര്, അവനാര്, നീ ആര്, അവനാര്. പക്ഷേ യോഹന്നാൻ സ്നാപകന് വ്യക്തമായിട്ട് അറിയാം, ഞാൻ ആരെന്ന് പറയാം, ഞാൻ ആരെന്ന് പറയാം, ക്രിസ്തു. എങ്ങനെ അവൻ മുമ്പനായി തീർന്നു നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. അവൻ മുമ്പനായി തീർന്നത് അവൻ മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. He existed before me. He was there before me. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലന്റെ, യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തിൽ നിന്ന് എന്ത് പുറത്തു വരികയാണ്? തങ്ങളുടെ ഔന്നത്യമല്ല. ഇന്നത്തെ സഭയിലെ പ്രശ്നം എന്നവാ? ഇന്നത്തെ നമ്മൾ ആത്മീയ സമൂഹം നേരിടുന്ന ഏറ്റവും ആര് നമ്മള് ആ ഒരു റമനന്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, കർത്താവ് ഒരു ശേഷിപ്പിനെ വെച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്ത ഏത് സാക്ഷ്യം എടുത്താലും ഇത് എവിടെ ചെന്ന് തുടങ്ങിയാലും ചെന്ന് അവസാനിക്കുന്ന എവിടാ? പറയുന്ന ആളുടെ ഔന്നത്യത്തിൽ എഴുതിയെന്ന് അവസാനിക്കുന്നു. ആരാണോ ഈ പറഞ്ഞു തുടങ്ങുന്നത് അത് കറങ്ങി തിരിഞ്ഞ് എവിടോട്ട് പോഴും ആ പർട്ടിക്കുലറായ പേഴ്സന്റെ, ആ വ്യക്തിയുടെ ശ്രേഷ്ഠത ഇരിക്കുന്നവരെല്ലാം ഒന്ന് മനസ്സിലാക്കും. പക്ഷെ അപ്പോസ്തലനെ ഒന്ന് നോക്കിക്കേ, യോഹന്നാൻ സ്നാപകനെ ഒന്ന് നോക്കിക്കേ, അവരുടെ എല്ലാം സാക്ഷ്യത്തിൽ കേൾക്കുന്നവർക്ക് അത്ര കൺഫ്യൂഷൻ ഉണ്ടായാലും അവർക്ക് പ്രശ്നമില്ല, അവരെത്ര കുറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. അതിനകത്തൊരു മർമ്മം വെളിപ്പെട്ടിരിക്കും, ക്രിസ്തുവിന്റെ ഔന്നത്യം, ക്രിസ്തുവിന്റെ പ്രീ എമിനൻസ്, അതിശ്രേഷ്ഠത. അവൻ സകലത്തിന് മുൻപേ ഉള്ളവൻ എന്നുള്ള അവന്റെ ഔന്നത്യത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ യോഹന്നാൻ അപ്പോസ്തലന് കഴിഞ്ഞു, യോഹന്നാൻ സ്നാപകന് കഴിഞ്ഞു. നമുക്കും സഭയ്ക്കും അത് കഴിയണം, സഭയ്ക്കത് കഴിയണം, സഭയ്ക്കത് കഴിയണം. സഭ അതിനായി നിയോഗിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ശിരസ്സാണ് ക്രിസ്തു. അങ്ങനെ നമ്മള് ഇങ്ങനെ ഒരു വാക്യം കൂടെ നിങ്ങളോട് ചേർത്ത് വായിക്കാമെന്ന് പറഞ്ഞു. ഈ 1:18 ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നിലയില് ഞാനത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പേ അത് ഓർത്ത് വെച്ചു. അത് എനിക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാനത് എടുത്തൊന്ന് പറയാം. രൂപം ശരിയാണ്, യോഹന്നാൻ 14 ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, യോഹന്നാൻ സുവിശേഷം 14 അധ്യായം. അപ്പോസ്തലനായ യോഹന്നാൻ ഇത് പറയുന്നു, പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പുത്രൻ തന്നെ പറയുന്നത് ഒരു വാക്ക് നമുക്ക് വായിക്കാം. 14 അധ്യായം, ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 14. അതാണ് ഞാൻ പറഞ്ഞത്. സുവിശേഷം 14 അധ്യായം 6 വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും, അതായത് തോമസിനോട് സംസാരിക്കുക. 5 വാക്യം, തോമസ് യേശുവിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നത് ഞങ്ങൾ അറിയുന്നില്ല. അതൊക്കെ നമുക്കറിയാവുന്ന ഭാഗം. ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ ചേർത്തുകൊള്ളൂ എന്ന് പറയുമ്പോൾ, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ തോമസ് ചോദിക്കുവാണ്, കർത്താവ് നീ എവിടെ പോകുന്നത് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു തോമസിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു.
ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് യേശുവിനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. എന്റെ അർത്ഥം, പിതാവിനെ കാണിച്ചു തന്നാൽ ഞങ്ങളുടെ ജീവിതം ധന്യം ആയി, മതി എന്ന് പറഞ്ഞു. യേശു ഫിലിപ്പോസിനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? കർത്താവായ യേശു തന്റെ പ്രീഎമിനൻസിനെ കുറിച്ചും തന്റെ ഔന്നത്യത്തെ കുറിച്ചും തന്റെ ശിഷ്യന്മാരോട് അവരുടെ ചില ചോദ്യങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നിട്ട് പല്ല് സംസാരിക്കുമ്പോൾ എങ്ങനെ അറിയോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല, അവിടെ കൊണ്ടങ്ങ് നിർത്തും. പക്ഷെ അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കുത്തുങ്കോമയാ കൊടുത്തേക്കുന്നേ. ഇതാണ് ഈ പലരുടെയും പ്രശ്നം. ബൈബിളിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് പിന്നെ അതിന്റെ കുത്തുണ്ടായിരുന്നോ, അതവിടെ നിർത്തിയതാണോ, അതോ വേറൊരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്യാൻ ഇത് പറഞ്ഞതാണോ, ഒന്നും ചിന്തിക്കത്തില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഉണ്ടല്ലോ, ബൈബിളുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ അതിന്റെ അടുത്ത വാക്യമുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് നിർത്തുവല്ല. കാരണം കർത്താവ് പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ കാണിച്ചു തരണം, ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു, നീ വിശ്വസിക്കുന്നില്ലയോ? യോഹന്നാൻ അപ്പോസ്തലൻ പറയണം 1:18, ദൈവത്തെ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നിർത്തിയിട്ടില്ല. അവിടെ മെസ്സേജ് തീർന്നില്ല. പക്ഷെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കണ്ടതല്ല, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. പിതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഈശ്വരൻ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു. അങ്ങനെ വസിക്കുന്ന പുത്രൻ ഞങ്ങളുടെ മുമ്പിൽ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ എങ്ങനെ വരണം? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ള കൺക്ലൂഷനാണോ ഇതിൽ വരണ്ടേ? അതോ പുത്രനിലൂടെ ഞങ്ങൾ പിതാവിനെ കണ്ടെന്നുള്ള കൺക്ലൂഷനാണോ ഇതിന് വരേണ്ടത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ള കൺക്ലൂഷന് വേണ്ടിയാണോ ഈ 18-ാം വാക്യം പറയുന്നത്? അതോ ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്ത പിതാവായ ദൈവത്തെ കൃപയാൽ തന്റെ പുത്രന്റെ ഔന്നത്യത്തിന്റെ വെളിപ്പെടുത്തൽ നിമിത്തം, തന്നിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സർവസമ്പൂർണ്ണ നിമിത്തം അവൻ വെളിപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് അവനിൽ പിതാവിനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ നാം പറയണമെന്ന് തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളതിന്റെ തെളിവാണ് ഞാനിപ്പോ വായിച്ച വാക്യം. നമ്മൾ തോമസിനെ പോലെ ഫിലിപ്പോസിനെ പോലെ സംസാരിക്കാൻ പാടില്ല. അവൻ അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ശിഷ്യത്വത്തിന്റെ ആരംഭകാലത്തിൽ അങ്ങനെ സംസാരിച്ചു. പിന്നീട് അവൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരുക്കിയിട്ട് നിങ്ങളെ എന്റെ അടുത്ത് അയ്യോ ഞാൻ പോകുന്ന വഴി നിങ്ങൾ അറിയുന്നു. കർത്താവിനെ പറയാൻ കാര്യം, കർത്താവ് വ്യക്തമായി പിതാവിന്റെ അടുത്ത് അപ്പോ അത് വഴി ഞങ്ങൾക്ക് അറിയത്തില്ല. നീ എവിടെ പോകുന്നു ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ നിന്റെ വഴി എങ്ങനെ അറിയുന്നു? കർത്താവ് നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അപ്പൊ കർത്താവിന് ഫീൽ ചെയ്തത് നമുക്ക് ഫീൽ ചെയ്തല്ല കർത്താവിന്. വ്യത്യാസം എത്രയേ ഉള്ളൂ, നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യത്തിലല്ല കർത്താവിന് ഫീൽ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് വേണ്ടാത്തതിനെല്ലാം ഫീലിങ്ങാ, കർത്താവിന് വേണ്ടാത്തതിനൊന്നും ഫീലിങ്ങില്ല. കർത്താവ് കാര്യമുള്ളതിനെ മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ, ഹേർട്ട് ചെയ്യത്തുള്ളൂ. നമുക്ക് എല്ലാത്തിനും പെട്ടെന്ന് ഹേർട്ട് ആകുന്നവരാ. പക്ഷെ കർത്താവിനത് ഒന്ന് തിരുത്താനുള്ള വളരെ വാഞ്ചയുണ്ടായി. യേശു അവനോട് പറഞ്ഞത് വളരെ വളരെ ഇമോഷണൽ ആയി കർത്താവ് പറയാണ്. യേശു അവനോട് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മളിതൊക്കെ ചോദിക്കുന്ന വേറെ പല കാര്യങ്ങൾക്കാ. ഇത്രയും കാലം എന്തത് നിങ്ങൾക്കൊക്കെ ഒരു മനസ്സോന്നില്ല. നമ്മൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉള്ളപ്പോഴാണ് നമ്മളിതൊക്കെ പറയുന്നത്. നമ്മളും ആ വ്യക്തി തമ്മില്
ഇടയ്ക്കുള്ള പ്രതീക്ഷകൾ മുറിയുമ്പോഴോ അല്ലെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വരുമ്പോഴോ കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് ഇത്രയും കാലം നീ ചോദിക്കുന്നത്. കർത്താവ് അവിടെയല്ല ചോദിച്ചേ. കർത്താവ് ചോദിച്ചത് തന്നിൽ പിതാവിനെ കാണാൻ ഇവർക്ക് കഴിയുന്നില്ലേ? തന്നിൽ വെളിപ്പെടുന്ന പിതാവിന്റെ മഹത്വം, തന്നിൽ വെളിപ്പെടുന്ന, താൻ വെളിപ്പെടുത്തുന്ന ആരെയാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ കർത്താവ് ഒന്ന് ഫീൽ ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? അങ്ങനെ ആണെങ്കിൽ അപ്പോസ്തലനായ യോഹന്നാൻ 1:18 പ്രസ്താവന ദൈവത്തിന്റെ ഏറ്റവും ഹൃദയത്തെ ഫിലിപ്പോസിന്റെ ഈ ചോദ്യം യേശുവിനെ വേദനിപ്പിച്ചെങ്കിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഈ കൺക്ലൂഷൻ ദൈവത്തിന് എത്രയധികം തന്റെ ആത്മാവിൽ താൻ പറയുകയാണ്, ഓ പിതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന, പിതാവിൽ തന്നെ വസിക്കുന്ന ഏകജാതനായ പുത്രൻ ഞങ്ങൾക്ക് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ഫിലിപ്പോസിനോട് പറയാം, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എനിക്കൊരു ചായ മേടിച്ചു തന്നില്ലല്ലോ, എനിക്കൊരു വീട് വെച്ച് തന്നില്ലല്ലോ, എനിക്കൊരു കൂടാരം പണിത് തന്നില്ലല്ലോ, എനിക്ക് തല ചായ്ക്കാൻ തലയണ തന്നില്ലല്ലോ, ഞാൻ അവിടെ പോയപ്പോ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, ഞാനിതൊന്നും മറന്നിട്ടില്ല. നിങ്ങൾ ഇതൊന്നും ഇത്രയും കാലം കൂടി ഇരുന്നിട്ട് എനിക്ക് എന്തൊക്കെ നിങ്ങൾ തരാതിരുന്നു, നിങ്ങൾ എന്നെ മാനിക്കാതിരുന്നു, ഒന്നുമല്ല കർത്താവിന്റെ വിഷയം. നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ച അടുപ്പം എല്ലാം അവിടെ സബ്ജക്റ്റ് വേറെയാണ്. പക്ഷെ കർത്താവ് ഇത്രയും കാലം ഉപയോഗിച്ചുണ്ടല്ലോ, വസ്തുക്കൾ, മെറ്റീരിയൽസ് അവിടെ ഇല്ല. പിന്നെയോ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു റെവലേഷൻ, അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു തന്നിൽ വെളിപ്പെടുന്ന പിതാവിന്റെ മഹത്വം, അത് കാണാൻ ഇവർക്ക് കഴിയണം. നിങ്ങളോടുകൂടെ ഇത്രയും കാലം ഞാൻ ഇരുന്നിട്ടും ഒറ്റ കാര്യമാ കർത്താവ് ആഗ്രഹിക്കുന്നത്, നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? അത് പറ്റുന്നില്ല. അത് യേശുവിന്റെ ഹൃദയത്തിൽ നൊന്തു. കാരണം താൻ ഒരിക്കലും തന്റെ ഔന്നത്യത്തെ വെളിപ്പെടുത്താൻ തന്റെ വാക്കുകൾ ഉപയോഗിക്കാറില്ല. തന്റെ അതിശ്രേഷ്ഠതയെ വെളിപ്പെടുത്താൻ താൻ വാക്കുകൾ ഉപയോഗിക്കാറില്ല. താൻ എപ്പോഴും പിതാവ് നിശ്ചയിച്ച ദൈവിക ഉദ്ദേശത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളിലൂടെ അത് ചെയ്ത് തന്റെ സ്വഭാവത്തിലൂടെ അത് വെളിപ്പെടുത്തി മുന്നോട്ട് പോത്തേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ആകാശത്തിന് അടയാളം കാണിച്ചു തന്ന ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണമെന്ന് പരീക്ഷന്മാർ പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ യേശു ചോദിച്ചത്, അതിനെന്നെ ദാ പിടിച്ചോ എന്നല്ല പറഞ്ഞേ, വക്രതയും കോട്ടമുള്ള വ്യഭിചാരമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് അല്പനേരം പോലും കഴിഞ്ഞില്ല, അപ്പം ദഹിച്ചില്ല. അതിന് മുമ്പേ ചോദ്യം വന്നു, നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം? അവരെ പിന്നെ ഇങ്ങനെ അല്ലാതെ പിന്നെ എന്തോ വിളിക്കണ്ടേ? നേരും നെറിയുള്ള തലമുറയെന്ന് വിളിക്കണോ? കർത്താവ് ചോദിച്ചു, വക്രതയും കോട്ടമുള്ള തലമുറയെ, ദുഷിച്ച തലമുറയെന്നാ വിളിച്ചേ. കർത്താവ് ഒന്നും ചെയ്തില്ല അതിനു വേണ്ടി. എന്നാൽ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുക, തോമസിനോട് ചോദിച്ചു, നീ എന്ത് നിനക്ക് ഞാൻ തന്നെ നിനക്ക് പടി അറിയത്തില്ലേ? ഫിലിപ്പോസിനോട് ചോദിച്ചു, നിനക്ക് ഇനി പിതാവിനെ കാണണമെന്നോ? അപ്പൊ ഞാൻ ഇത്രയും കാലം നിങ്ങളോട് ഇരുന്നിട്ട് നിങ്ങൾ എന്നിൽ പിതാവിനെ കണ്ടില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. ഇതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ പിതാവിനെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവിടെ കൊണ്ട് നിർത്തുകയല്ല, പിന്നെയോ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചു, പിതാവിനെ കാണുവാൻ. എങ്ങനെ? പുത്രൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. പുത്രനിലൂടെ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതം ധന്യമാകുന്ന അവിടെയാണ്. ആ വെളിപ്പെടുത്തൽ ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യം തന്നു. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ, അല്ലെങ്കിൽ പിതാവിന്റെ ഹൃദയത്തോട് പിതാവിൽ വസിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ, ദൈവത്തെ വെളിപ്പെടുത്തി. ഞാൻ ആ ഔന്നത്യത്തിന്റെ ആ മെസ്സേജ് അവിടെ കൊണ്ട് ഞാൻ നിർത്തിയിട്ട് ഇന്നത്തെ നമ്മുടെ ഹെഡ് ഓഫ് ദ ചർച്ചിലേക്ക് നമ്മൾ 1-2 പഴം നമുക്കറിയാവുന്ന പോയിന്റാണ്. അത്ര എനിക്കറിയില്ല, എനിക്ക് അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന പോലും എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാം, എനിക്ക് തരുന്ന ദൈവകൃപയ്ക്കൊത്തോണം ഞാനത് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. കർത്താവിന്റെ ഒരു കാര്യം ദൈവമക്കൾക്ക് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ കർത്താവ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി, ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണയും വസിക്കുന്ന പ്രിയപുത്രനായി നമുക്ക് വെളിപ്പെടുത്തി തന്ന അവൻ നമുക്ക് തന്ന റെവലേഷൻ, പറന്നിക്ക് തന്ന ആ വെളിപ്പാടുണ്ടല്ലോ, നമ്മൾ കണ്ടിരിക്കുന്ന പിതാവിനെ തന്നെയാ. അവൻ ഞാൻ നിങ്ങളോടൊപ്പം ഇത്രയും നാളും വസിച്ചിട്ട് നിങ്ങൾ ചോദിക്കുകയാണോ പിതാവിനേക്കാൾ? നിങ്ങൾ ചിന്തിക്കണം, അപ്പൊ എന്നാൽ ഞങ്ങൾക്ക് മതി, ഞങ്ങളുടെ ജീവിതം. അപ്പൊ നിങ്ങളുടെ ജീവിതം ധന്യമായില്ലേ? എന്നോടുകൂടെയുള്ള വാസം നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്നില്ലേ?
എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് പിതാവിനെ കണ്ടെന്നുള്ള കോൺഫിഡൻസ് കിട്ടുന്നില്ലേ? നമുക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയാം, കർത്താവേ ഞങ്ങളുടെ ജീവിതം ധന്യമായി, നിന്റെ അതിശ്രേഷ്ഠതയും നിന്നെ തന്നെ വെളിപ്പെടുത്തി ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾക്ക് ഇനി ഇതിനേക്കാൾ ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കാൻ പോലും ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയത്തില്ല. നമുക്ക് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയണം, അവന്റെ ശരീരമാകുന്ന സഭ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയണം, ഞങ്ങളുടെ ജീവിതം ധന്യമായി, ഞങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായിരിക്കുന്നു, ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയോണ്ട് അവനിലൂടെ ഞങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. മുസ്ലിം പറയുന്നവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത്രമാത്രം കർത്താവ് ആഗ്രഹിക്കുന്നു. അവന്റെ സാന്നിധ്യത്തിൽ നാം അവന്റെ ഔന്നത്യത്തെ മനസ്സിലാക്കണമെന്നുള്ളത്, അവന്റെ അതിശ്രേഷ്ഠതയെ ആ ശിഷ്യഗണം മനസ്സിലാക്കണമെന്നുള്ളത്. ലോകത്തോട് അവൻ ഈ ചോദ്യം ചോദിച്ചേ ഇല്ല. ഏതെങ്കിലും പരീക്ഷനോട് ചോദിച്ചോ? ഏതെങ്കിലും പുരുഷാരത്തോട് ചോദിച്ചോ? ഞാൻ ഇത്രയൊക്കെ അത്ഭുതം ചെയ്തിട്ടും? നോ 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 നോ. അവനറിയാം, അവന് വ്യക്തമായിട്ടറിയാം അവൻ ആരുടെ മുമ്പിലാണ് വെളിപ്പെട്ടെന്നുള്ളത്, അവന് വ്യക്തമായിട്ടറിയാം ആരാണ് ഇത് ഗ്രഹിക്കുന്നെന്നുള്ളത്. ആ വ്യക്തത അങ്ങനെയാണെങ്കിൽ സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് സഭ വിളിച്ചു പറയണം, അതെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ളത്. ഞങ്ങൾ വാക്കവിടെ അവസാനിപ്പിക്കുകയില്ല, പിന്നെയോ ദൈവത്തെ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന പുത്രൻ ഞങ്ങൾക്കുണ്ട്, ആ പുത്രനിലൂടെ ഞങ്ങൾ പിതാവിനെ കണ്ടിരിക്കും. അത് നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ഔന്നത്യത്തിന്റെ അതിശ്രേഷ്ഠമായ ഒരനുഭവവും ഒരു വിശദീകരണവുമാണ് നമ്മൾ ചിന്തിച്ചത്. എങ്ങനെയാണ് ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ ശിരസ്സായി മാറിയത്? അത് അങ്ങനെ ക്രിസ്തുവിന് അവന്റെ ഔന്നത്യത്തിന്റെ പദവികളെ പറഞ്ഞു വരുമ്പോൾ, ഇവിടേക്ക് എത്തുമ്പോൾ 18-ാം വാക്യം എത്തുമ്പോൾ അവൻ സഭ എന്ന ശരീരത്തിന്റെ ശിരസ്സും ആകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന്, അല്ലെങ്കിൽ അവിടുന്ന് സകലത്തിനും ഒന്നാമനാകേണ്ടതിന്, ആരംഭവും മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവരിൽ ഏറ്റവും പ്രമുഖനുമാകുന്നു, അല്ലെങ്കിൽ ആദ്യനുമാകുന്നു. ഇനിയും കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയുടെ ശിരസ്സെന്ന പദവി, സഭയുടെ കർത്തൃത്വം, സഭയുടെ മൂലക്കല്ല്, ഈ അതിശ്രേഷ്ഠമായ പദവിയിലേക്ക് ക്രിസ്തു എങ്ങനെ സ്ഥാനം പിടിച്ചു? അതിന്റെ പ്രധാനമായ കാര്യം കർത്താവായ ഇവിടെ തന്നെ നമ്മൾ പറയുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതുണ്ട്. അവിടുന്ന് സകലത്തിൽ ഒന്നാമനാകേണ്ടതിന് നമ്മൾ മുമ്പേ ചിന്തിച്ചു. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഹി ആസ് ബിഫോർ മീ, അവൻ മുമ്പനാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ ഇവിടെ ഒരു ട്രാൻസിഷൻ സംഭവിച്ചു. ഇവിടെ ഒരു യേശുവിന്റെ ജനന വളർച്ച കാലഘട്ടം അത് കഴിയുമ്പോൾ തൻ മരണത്തിലേക്ക് നീങ്ങുന്നു. ഇതുവരെ നമ്മൾ ചിന്തിച്ചതെല്ലാം അവന്റെ മനുഷ്യനായി ജനിച്ച് നമ്മൾക്ക് വേണ്ടി മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അവന്റെ പദവികളെ കുറിച്ചാണ്. ഇനിയും നമ്മൾ ഇടയ്ക്കൊന്ന് ചിന്തിച്ചു, ഒരു ക്ലാസ്സിൽ ചിന്തിച്ചു, നമ്മളെ സമ്പന്നരാക്കുവാൻ സമ്പന്നായിരുന്ന ക്രിസ്തു ദരിദ്രനായി. അങ്ങനെ നമ്മൾ ചിന്തിച്ച് എവിടെ കൊണ്ട് നിർത്തിയെന്നറിയാമോ? ആ പോർഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടാണ് നിർത്തിയത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ അത് ചിന്തിച്ചുകൊണ്ട് നിർത്തിയത്. 2-ാം അധ്യായം 8 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ അവന്റെ ദാരിദ്ര്യം ചിന്തിച്ചു നിർത്തിയത്. അവന്റെ സമ്പന്നത, അവന്റെ ഔന്നത്യം നമ്മൾ ചിന്തിച്ചതാണ്.
എങ്ങനെയാണ് യേശു ക്രിസ്തു ദരിദ്രനായി നമ്മളെ സമ്പന്നരാക്കിയത്? അങ്ങനെ നമ്മൾ ചിന്തിച്ച് 7-ാം വാക്യം വന്നു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെയാണ് നമ്മൾ അപ്പോഷൻ നിർത്തിയത്. കൽവറി ക്രൂശിൽ അവന്റെ അനുസരണം പൂർണ്ണമായെന്ന് പറഞ്ഞാൽ അവന്റെ ദാരിദ്ര്യം പൂർണ്ണമായി. തന്നെത്താൻ ഒഴിക്കുക, തന്നെത്താൻ താഴ്ത്തുക, മരണത്തോളം അനുസരണമുള്ളതായി തീരുക എന്ന് പറയുന്നതാണ് ദൈവപുത്രന്റെ ദാരിദ്ര്യം എന്ന് നമ്മൾ ചിന്തിച്ചു നിർത്തി. അവിടെ നിർത്തി നമ്മൾ ആ മെസ്സേജ് അങ്ങനെ നമ്മുടെ സമ്പന്നതയിലേക്ക് വന്ന് നിർത്തിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഞാൻ വീണ്ടും എവിടോട്ട് വന്നെന്നറിയാം. കൊലോസ്യ ലേഖനം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗത്ത് വന്ന് നമ്മുടെ സമ്പന്നതയെ കൂടെ ഒന്ന് വായിച്ച് 1-ാം അധ്യായം അതിന്റെ 20, അതിന്റെ 21, 22 വാക്യങ്ങൾ വായിച്ചാണ് ആ മെസ്സേജ് നമ്മൾ അവസാനിപ്പിച്ചു, കൺക്ലൂഡ് ചെയ്തു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമ്പന്നത, അവന്റെ ഔന്നിത്യം, അതുമായി നമ്മൾ കണക്ട് ചെയ്തു. യേശു ക്രിസ്തുവിന്റെ ദാരിദ്ര്യം എന്താണ്? എങ്ങനെയാണ് അവൻ ദാരിദ്ര്യം വെളിപ്പെടുത്തിയത്? അവന്റെ ഏകരൂപത്തിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത അവനിൽ വസിക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതേ കർത്താവായ ക്രിസ്തുവിൽ എങ്ങനെയാണ് ഈ ദാരിദ്ര്യം വെളിപ്പെട്ടത്, അവൻ എങ്ങനെയാണ് ദരിദ്രനായി തീർന്നത് എന്നുള്ളത് ഫിലിപ്പിയർക്കാർക്ക് ചിന്തിച്ച് അവിടെ നിർത്തി. എന്നിട്ട് നാം പോയത് നമുക്ക് എങ്ങനെയാണ് ആ ദാരിദ്ര്യം സമ്പന്നതയ്ക്ക് കാരണമായി. ഇന്ന് നമ്മള് ഒന്ന് വായിക്കാനും ചിന്തിക്കാനും ആഗ്രഹിക്കുന്നത്, ദാരിദ്ര്യം കൊണ്ട് ക്രിസ്തുവിനെ അവസാനിപ്പിച്ചോ പിതാവ്? 8-ാം വാക്യത്തിൽ പറയുന്നു, ഫിലിപ്പിയർ 2:8, അങ്ങനെ തന്നെത്താൻ താഴ്ത്തി. എവിടെ വരെ താഴ്ത്തി? എവിടെ വരെ അനുസരിച്ചു? എവിടെ വരെ ഒഴിച്ചു? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയും അവന്റെ താഴ്മയും അനുസരണവും ദൈവത്തോടുള്ള വിധേയത്വവും തന്നെത്താൻ അവൻ ശൂന്യനാക്കുന്നതും എവിടെ വരെ വേണമെന്ന് കർത്താവ് തെളിയിച്ച് നമുക്ക് തന്നു. ഒരു സംഭവം കൊണ്ട് അത് തീരുന്നില്ല, 2 സംഭവം കൊണ്ട് തീരുന്നില്ല, ചില പ്രായം കൊണ്ട് തീരുന്നില്ല, പ്രായാധിക്യം കൊണ്ട് തീരുന്നില്ല, ചെറുപ്പം കൊണ്ട് തീരുന്നില്ല, വാർദ്ധക്യം കൊണ്ട് തീരുന്നില്ല. അതിന് തീരുവാൻ വെച്ചിരിക്കുന്ന ഫിനിഷിംഗ് പോയിന്റ് ക്രൂശിലെ മരണത്തോളം എന്ന് എഴുതുമ്പോൾ നമുക്ക് അവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അവസാന ശ്വാസം എടുക്കുന്ന നിമിഷം വരെ, അല്ലെങ്കിൽ കാഹളം ധ്വനിക്കുന്ന നിമിഷം വരെ ക്രിസ്തു ഏത് സ്വഭാവം തന്റെ മനുഷ്യരൂപത്തിൽ വെളിപ്പെടുത്തിയോ, പിതാവിനോട് വിധേയത്വം കാണിച്ചോ, അനുസരണം കാണിച്ചോ, താഴ്ത്തിയോ, ശൂന്യനാക്കിയോ, അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അത് പറഞ്ഞാണ് അപ്പോസ്തലൻ അത് പറയാൻ വേണ്ടി ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? 2 ഫിലിപ്പിയർ ലേഖനം 2 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹമുണ്ട്, ഐക്യമെത്തിയപ്പെട്ട ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. 3-ാം വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. 5-ാം വാക്യം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്രിസ്തുവിന്റെ ഔന്നിത്യവും ദാരിദ്ര്യവും വെളിപ്പെടുത്തിയത്. എന്താണ് 5-ാം വാക്യം കൊടുക്കുകയാണ്? ക്രിസ്തുവേശുള്ള സ്വഭാവം തന്നെ, മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ട്. നമുക്ക് ബന്ധമില്ലാത്തൊരു കാര്യമല്ല ക്രിസ്തുവിന്റെ ദാരിദ്ര്യം. നമ്മളെ സമ്പന്നരാക്കാനാ ക്രിസ്തു ദാരിദ്ര്യം അനുഭവിച്ചത്. പക്ഷെ അവന്റെ ദാരിദ്ര്യത്തിന്റെ ആ മനോഭാവം ഉണ്ടല്ലോ,
അവൻ കാണിച്ച വിധേയത്വം ഉണ്ടല്ലോ, അവൻ കാണിച്ച താഴ്മയുണ്ടല്ലോ, അവൻ കാണിച്ച ഒഴിയലുണ്ടല്ലോ, ശൂന്യനാക്കുന്ന സമത്വത്തെ മുറുകെ പിടിക്കാത്ത, അധികാരങ്ങളെ മുറുകെ പിടിക്കാൻ, തനിക്ക് വേണ്ടി ദൈവത്വത്തിന്റെ സമത്വം മുറുകെ പിടിക്കാൻ, ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിച്ച് തന്റെ ഡിവൈൻ അതേ പൊസിഷൻസിനെ മാത്രമേ മാറ്റി നിർത്തിയുള്ളൂ, ഡിവൈൻ പ്രിവിലേജസിനെ മാത്രമേ മാറ്റി നിർത്തിയുള്ളൂ, ഡിവൈൻ ക്യാരക്ടറിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച ജീവിതം ഉണ്ടല്ലോ, അത് എഴുതി വായിച്ച് മാറ്റി ഒതുക്കാനുള്ളതല്ല, അത് സഭയ്ക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള മാനേഴ്സ് ആണ്, സഭയ്ക്ക് മാതൃകയാക്കുവാനുള്ള വിധമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതായത് മനസ്സിലായോ? വേദപണ്ഡിതന്മാർക്ക് തീസീസ് എഴുതാനുള്ളതല്ല അവന്റെ സമ്പത്തും ദാരിദ്ര്യവും, പിന്നെയോ ദൈവസഭയ്ക്ക് ഏറ്റെടുക്കാനുള്ളതാണ് ആ മാതൃക. നമുക്ക് ഓരോരുത്തർക്കും പഠിച്ച് എഴുതി ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയുള്ളതല്ല. അവൻ കാണിച്ച ദാരിദ്ര്യം സമ്പന്നൻ ദരിദ്രനായി തീർന്ന് നമുക്ക് തീസിസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് സഭയുടെ മാതൃക, സഭയ്ക്കുണ്ടാകുന്ന മനോഭാവമാണ്. സഭയ്ക്കേത് സഭ ശിരസിനോട് ചോദിക്കുകയാണ്, നീയാണ് ശിരസ്സെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് എന്ത് ആറ്റിറ്റ്യൂഡാ വേണ്ടത്, ഞങ്ങൾ ഏത് മനോഭാവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കണം? അതിനുള്ള ഉത്തരമാണ് ക്രിസ്തുയേശുവിനുള്ള സ്വഭാവം തന്നെ, മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ക്രിസ്തുയേശുവിൽ ഉണ്ടായിരുന്ന മനോഭാവം? ക്രിസ്തുയേശുവിനുള്ള മനോഭാവം, അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ ഞാനിങ്ങനെ ഇംഗ്ലീഷ് പദങ്ങൾ ഓർക്കുമായിരിക്കും. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ ഈ മനുഷ്യനായി വിളങ്ങി എന്നൊക്കെ നമ്മൾ ഓർക്കേണ്ട വലിയ ഡിഗ്നിറ്റിയാണ്. അവൻ സ്ലേവായി, അവൻ ദാസനായി. എന്നിട്ട് പറഞ്ഞതോ, അവൻ ക്രിമിനൽസിന്റെ ഡെത്താണ് കൈവരിച്ചത്, കൊടും കുറ്റവാളിയുടെ മരണം സ്വീകരിച്ചു. അതെല്ലാം വിളിച്ചു പറയുന്നത് ക്രിസ്തുയേശു നമുക്ക് വേണ്ടി അതേ സഹിച്ച ദാരിദ്ര്യമാണെങ്കിൽ, ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അവിടെ കൊണ്ട് നിർത്തിയില്ല ദൈവത്തിന്. അതെന്തിന് ഇവിടെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, സഭയ്ക്ക് ഈ മാതൃക വേണം. സഭ അഡോപ്റ്റ് ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ ക്രിസ്തുയേശുവിൽ ഉള്ള ഈ ആറ്റിറ്റ്യൂഡ്. മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പിതാവിനോട് തന്റെ ഈ ഭൂമിയിലെ യാത്രയിൽ താൻ എങ്ങനെയായിരുന്നു താൻ പെരുമാറിയത്, താൻ പ്രതികൂലങ്ങളെ കണ്ടത്, പ്രശ്നങ്ങളെ നേരിട്ടത്, ഇങ്ങനെ ധൈര്യസമയം നമുക്ക് പറയാൻ പറ്റും, യേശു ഒരു കാര്യവും ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്തിട്ടില്ല. അതെന്താ യേശു ദുരഭിമാനം പാടില്ലേ? ഒന്നും ശാഠ്യത്താലും ദുരഭിമാനത്താലും ചെയ്യാനുള്ള അനവധി കാരണങ്ങൾ യേശുവിന്റെ മുമ്പിൽ വന്നു. ആദ്യത്തെ പ്രലോഭനം തന്നെ അതിനുവേണ്ടി ദുരഭിമാനം ഉണ്ടാക്കണം. എന്താ ദുരഭിമാനം? നീ ദൈവപുത്രനെങ്കിൽ. അത് അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നേ, ദുരഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി പലരും ദൈവമക്കളോട് വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ ആരുടെ ആറ്റിറ്റ്യൂഡ് കൈവരിക്കണം? കർത്താവായ യേശു ഒരു തീരുമാനമെടുത്തിരുന്നു, ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ ഞാൻ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ക്രിമിനൽസ് ഡെത്തിലേക്ക് നീങ്ങി. അവിടെയാണ് നമ്മൾ ആ മെസ്സേജ് കൊണ്ടുവന്നിട്ട് കൊലോസ്യ ലേഖനത്തോട് കണക്ട് ചെയ്ത്. പക്ഷേ നമ്മൾ അന്നത് വായിച്ചില്ല. 9, 10, 15 നമുക്ക് കാണാതെ അറിയാം, നമുക്ക് വായിക്കേണ്ടത് നമുക്ക് അറിയാം. എങ്കിലും ഇപ്പോൾ നമുക്കത് വായിക്കേണ്ട സമയം വന്നുകൊണ്ട് ഞാൻ വായിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമ്പന്നത അവൻ വെടിഞ്ഞുകൊണ്ട് ദാരിദ്ര്യം അവൻ സ്വീകരിച്ച് എവിടെ വരെ അവൻ അത് മുറുകെ പിടിച്ചു? അതാണ് ചോദ്യം. ജനനത്തിൽ, ഉൾക്കൂട്ടിലുള്ള ജനനത്തിൽ മാത്രമായി ദാരിദ്ര്യങ്ങൾ അവിടെ കൊണ്ട് നിർത്താമായിരുന്നു. പക്ഷേ യേശു കൈവരിച്ച ദാരിദ്ര്യം എവിടെ വരെ ചെന്നു? കൽവറി ക്രൂശിൽ തന്റെ അവസാന ശ്വാസം എടുത്തുകൊണ്ട് തന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിച്ച്, തന്റെ തോളിൽ തല ചായ്ച്ച് ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്ന നിമിഷം വരെ യേശു കൈവരിച്ച സ്വഭാവമാണ് സഭയുടെ മാതൃക. സഭയ്ക്ക്
വല്ലപ്പോഴും മനസ്സുള്ളപ്പോൾ ദൈവമക്കളായ നമുക്ക് മനസ്സും ശരീരം ഒക്കെ ആയിരിക്കുമ്പോഴും സാഹചര്യം അനുകൂലമായിരിക്കുമ്പോഴും മാത്രം കൈവരിക്കാനുള്ളതല്ല താഴ്മയും തന്നെത്താൻ താഴ്ത്തുന്നതും അനുസരണമുള്ളതും. മറിച്ച് ക്രൂശിലെ മരണത്തോളം യേശു എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ അവസാന നിമിഷം വരെ നാം കൈവരിക്കേണ്ട സ്വഭാവമാണ്. അതിന് ചോദ്യം, അതങ്ങനെ നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്താ കാര്യം? അവിടുന്നാണ് എന്താ ആരംഭിക്കുന്നത്? അവിടുന്നാണ് ഒരു പുതിയ അധ്യായം വീണ്ടും തുറക്കുക. അവിടുന്ന് ക്രിസ്തുവേശു അതുവരെ ഹോൾഡ് ചെയ്തിരുന്ന ഔന്നത്യം, തന്റെ സമ്പന്നത മുഴുവനും വെടിഞ്ഞുകൊണ്ട് വന്ന ശുശ്രൂഷ നടക്കുമ്പോൾ സമൂഹത്തിൽ ഏതുമില്ല എന്നെണ്ണുന്ന ജനത്തിന് നടുവിൽ ലോകത്തിന്റെ മുമ്പിൽ എന്ത് സംഭവിക്കുകയാണ്? തന്നെ മനുഷ്യർ പറഞ്ഞ പോലെ, ലോകം പറഞ്ഞ പോലെ, പരിഹാസികൾ വിധിച്ച പോലെ, മൂപ്പന്മാർ കൽപ്പിച്ച പോലെ, അതെ എതിരാളികൾ ഒന്നിച്ചു കൂടിയ പോലെ, ശത്രുക്കളുടെ ആരവാരം പോലെ ക്രിസ്തുവിന് ഭവിച്ചു. ഇതാ നോക്ക്, ഒരു കൊടും കുറ്റവാളിയുടെ അതെ മരണം അവൻ കൈവരിക്കുമ്പോൾ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ, അവനെ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, ഇവൻ ദൈവപുത്രനെന്നും ദൈവത്തോട് ഇവനെ സമനാക്കിയത് കൊണ്ടും ദൈവം കൊടുത്ത കഠിന ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നതെന്ന് പറയുന്ന പരിഹാസികളുടെ വാക്ക് നിവർത്തിയാകുവാൻ, അതുപോലെ സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചു. അതിന് യേശു എതിർത്തില്ല. നമ്മളാണേലും എങ്ങനാ? കർത്താവേ, ഞങ്ങളെ പകയ്ക്കുന്ന വൈരി ലജ്ജിപ്പാൻ. നമുക്ക് സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഈ പകയ്ക്കുന്ന വൈരി ലജ്ജിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ദൈവനാമം ദുഷിക്കാതെ ജീവിക്കണമെന്നില്ല. പകയ്ക്കുന്ന വൈരികൾ ലജ്ജിക്കാൻ നീ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യണം, അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഉദ്ദേശം. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ റമനിന്റെ കാര്യമല്ല പറയണേ, കർത്താവിന്റെ ഒരു ശേഷിപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഇത് പറയുന്നേ. ബാക്കി മെജോറിറ്റിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തന്നെത്താൻ താഴ്ത്തുക. ഞങ്ങളുടെ നിഘണ്ടു, ഞങ്ങളുടെ അജണ്ടയിലില്ല. ശൂന്യനാക്ക, അതില്ലേ ഇല്ല. നിങ്ങൾ എന്തോ പറയുന്നേ? ഞാൻ തന്നെത്താൻ താഴ്ത്തിയിട്ട് പരിഹാസികൾ പറയുന്ന പോലെ നടക്കണമെന്നോ? നിങ്ങൾ എന്തോ പറയുന്നേ? ഞങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നറിയാവോ? നിന്റെ ദൈവം എവിടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ ജീവിതം മൊത്തം അവസാനിച്ചു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യണം? അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞങ്ങൾക്ക് നേരെ വരുത്തല്ലേ. പിന്നെ കർത്താവ് എന്ത് ചെയ്യണം? ഞങ്ങളെ ആരെങ്കിലും പകയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ ലജ്ജിപ്പിക്കാനുള്ള തക്കതായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് എന്താ വേണ്ടേ? ക്രിസ്തുവിന്റെ മനോഭാവം ഇല്ലാത്തവർ അങ്ങനെ പ്രാർത്ഥിക്കും. ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവൻ പ്രാർത്ഥിക്കും. പരിഹാസികൾ പറയുന്ന പോലെ, അവർ ചിന്തിക്കുന്ന പോലെ ഒക്കെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചാലും അങ്ങ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അതൊക്കെ സംഭവിക്കും. പക്ഷെ വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഞങ്ങൾ അത് ആരവാരത്തിന്റെ മേളിൽ പണിതുയർത്തിയതല്ലേ ക്രിസ്തീയ ജീവിതം, കയ്യടിയുടെ മേളിൽ പണിതുയർത്തിയതല്ലേ ക്രിസ്തീയ ജീവിതം, ആരുടെയെങ്കിലും വാക്കിൽ പണിതുയർത്തിയതല്ലേ ക്രിസ്തു എന്ന പാറമേൽ അവന്റെ വചനത്തിന്റെ കേൾവി മാത്രമല്ല, അതിന്റെ അനുസരണത്തിൽ പടുത്തുയർത്തിയതായി ജീവിതം. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ, എന്താ ഞാൻ പറഞ്ഞു വരുന്ന മെസ്സേജ്? ദൈവത്തോടുള്ള അനുസരണത്തിൽ അവസാന നിമിഷം വരെ പിടിച്ചു തൂങ്ങിയ ക്രിസ്തുവിനെ എങ്ങനെ ഉയർത്തണം, എവിടം വരെ ഉയർത്തണം, ആരുടെ എന്തിന്റെ തലയാക്കണമെന്ന് പിതാവിനെ ആരും പഠിപ്പിക്കേണ്ട. നാം പഠിക്കേണ്ടത് എന്തെന്നറിയാമോ? ദൈവം നമ്മളെ മാനിക്കാൻ ദൈവത്തെ പഠിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് ദൈവത്തോടുള്ള വിശ്വസ്ത പഠിക്കുക വേണ്ടത്. ഇന്നത്തെ സമൂഹം എങ്ങനെ മാറിപ്പോയെന്നറിയോ? ദൈവത്തിന് മാനിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നവരായി മാറി. നാട്ടിലെ എതിരാളികളെ കുറിച്ച് ദൈവത്തോട് എക്സ്പ്ലെയിൻ ചെയ്യും. നാട്ടിലെ പകയും വൈരിയും നാട്ടിൽ നേരിടുന്ന നിന്നയെ കുറിച്ച് ദൈവത്തെ നമ്മൾ ക്ലാസ് കൊടുക്കുക, ദൈവത്തിന് പരിശീലനം കൊടുക്കുക. കർത്താവേ, നീ വിചാരിക്കുന്നതല്ല, ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ ദൈവനാമം മഹത്വപ്പെടണേ, കട്ടിക്ക് എന്തെങ്കിലും ചെയ്താലേ മഹത്വപ്പെടുത്തുള്ളൂ. കർത്താവെ, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നീ ഇങ്ങനെ ഞങ്ങളെ വിട്ടുകളഞ്ഞാൽ നിനക്കാ നാണം കേട്. നമ്മൾ ദൈവത്തിന് ക്ലാസ് എടുക്കുക. എന്ത് ക്ലാസ്സാ കൊടുക്കുന്നേ? പകയ്ക്കുന്ന വൈരിയുടെ ഡീറ്റെയിൽ കൊടുക്കുക. പക്ഷെ കർത്താവ് അങ്ങനല്ലായിരുന്നു. താഴെ നിൽക്കുന്ന മൂപ്പന്മാരുടെയും താഴെ നിൽക്കുന്ന മഹാപുരന്മാരെയും തട്ടഹസിക്കുന്ന എതിരാളികളെ അവരൊറ്റ കാര്യമാണ് പരിശീലിച്ചത്, മരണം വരെ അനുസരണമുള്ളവനായി അതെ നിന്നുകൊടുക്കുക. ചായ്ക്കുവാൻ മറ്റൊരു തോളില്ലെങ്കിലും സ്വന്തം തോളിൽ തല ചായ്ച്ചാലും അനുസരണം കൈവിടത്തില്ല. എന്താ കർത്താവ് സങ്കീർത്തനത്തിലെ വാക്യം അറിയത്തില്ലായിരുന്നോ? എന്നെ പായിക്കുന്നവരെ ലജ്ജിക്കാൻ. നമുക്ക് മാത്രമേ ഈ വാക്യമൊക്കെ അറിയത്തുള്ളൂ. കർത്താവ് ആദ്യം തന്നെ വചനം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ? കർത്താവിന് വചനം തക്ക സമയത്ത് പറയാനൊക്കെ. പിന്നെ കർത്താവിന് ഇതൊന്നും അറിയത്തില്ലേ പറയാൻ? നിന്റെ ദൈവം എവിടെ എന്ന്.
കർത്താവ് ചോദിച്ചത്, എന്റെ ദൈവമേ, എന്റെ പിതാവെ, നീ എന്നെ കൈവിട്ടതെന്നേ. അതെന്തുകൊണ്ടാ ചോദിച്ചത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിതാവ് കൈവിട്ടില്ല. ആ സെപ്പറേഷൻ, പാപം അവൻ വഹിച്ചപ്പോൾ പിതാവിന് ഒരു നിമിഷം മുഖം തിരിക്കേണ്ടി വന്നു. പാപത്തെ നിമിത്തമുണ്ടായ സെപ്പറേഷനാണ് യേശുവിന് സഹിക്കാൻ പറ്റാഞ്ഞ. മരണമല്ല, അവന്റെ ശാരീരിക മരണമല്ല അവന്റെ പെയിൻ, മറിച്ച് പാപം വഹിച്ചുകൊണ്ടുള്ള ശാരീരിക മരണമായിരുന്നു യേശുവിന്റെ പെയിനിന് കാരണം, അല്ലെങ്കിൽ യേശുവിന്റെ വേദനയ്ക്ക് കാരണം. ഞാൻ എന്റെ മെസ്സേജിലേക്ക് വേഗം വരാം. എവിടെ വരെ നമ്മൾ അനുസരണമുള്ളവരായി തീരാനാ പരിശ്രമിക്കുന്നത്? ഇന്നലകളിൽ നിർത്തിയോ, അതോ ഇനി ഒരു മാസത്തേക്കുള്ള കോൺട്രാക്ട് എടുത്തേക്കുവാണോ, അതോ കുറച്ച് നാളത്തേക്കാണോ? കർത്താവിന്റെ മനോഭാവമാണെങ്കിൽ ഇതിന് ഒരൊറ്റ അവസാനമേ ഉള്ളൂ, അത് നമ്മുടെ ശ്വാസം പോകുന്നത് വരെയാ. അങ്ങനെയാണെങ്കിൽ 9-ാം വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഈ 9, 10, 11 വാക്യങ്ങൾ ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയണ്ടേ, ആവേശഭരിതമാക്കുന്ന വാക്യമാണ്. പക്ഷേ 5, 6, 7, 8 വാക്യങ്ങൾ വായിക്കാൻ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ളൂ, പ്രമാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ 9, 10, 11 വാക്യങ്ങൾ വായിക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് ആഗ്രഹിക്കുന്ന വാക്യമാ. എന്നു ചോദിച്ചാൽ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ദാരിദ്ര്യം എന്ന് നമ്മൾ ചിന്തിച്ച ഭാഗത്ത് കണക്ട് ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ താഴാൻ ഇനിയില്ല. ഏറ്റവും തനിക്കിനി എത്രത്തോളം അതിന്റെ മാക്സിമം യേശു കാണും. അവൻ ദൈവം ഉയർത്തിയപ്പോഴെങ്ങനെ ഉയർത്തിയത്? ഏറ്റവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. ഇത് എന്ത് കൊടുക്കുകയാണെന്നറിയാവോ? സമ്പൂർണ്ണ ദാരിദ്ര്യത്തിന് വേണ്ടി വിധേയപ്പെട്ട, തന്നെത്താൻ ദരിദ്രനാക്കി, തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ദരിദ്രനാക്കിയ യേശുവിനെ പിതാവായ ദൈവം കൊടുക്കുന്ന പ്രൊമോഷൻ, അപ്ലിഫ്റ്റിംഗ് ദൈവത്തിന്റെ പദ്ധതികളാണ് നമ്മളിൽ വായിച്ചത്. അപ്പോ സമ്പന്നതയിൽ ആരംഭിച്ചു, എവിടേക്ക് തന്നെ വരികയാണ്? സമ്പന്നതയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. നമുക്കൊരു വിചാരമുണ്ട്, നമ്മളെ തന്നെ താഴ്ത്തിയാൽ എല്ലാം കഴിഞ്ഞു, പിന്നെ ഒരു വിലയില്ല. ആരാ പറഞ്ഞ വിലയില്ലെന്ന്? ക്രിസ്തുവിന്റെ മനോഭാവം ഉള്ളവൻ ഇതും കൂടെ, ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ ജീവിക്കുന്നവനുള്ള വാക്യമാണ് 9, 10, 11. അല്ലാത്തവർക്കുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവിനെ എന്തുകൊണ്ട് അതേ സഭയുടെ ശിരസാക്കി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ക്രിസ്തുവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ ആദ്യജാതൻ. മരണത്തെ ജയിച്ച് അവൻ എന്ത് തെളിയിക്കാന്നറിയാമോ? തൻ ദൈവപുത്രനാണു എന്നുള്ള താൻ വിളിച്ചു പറഞ്ഞ വാക്കിന്റെ പൂർണ്ണ അതെ ആ വെളിപ്പെടുത്തൽ, ആ സ്ഥിരീകരണം സംഭവിച്ചു. അവനായി ഉയർത്തെഴുന്നേൽക്കുക. ദൈവിക പദ്ധതിയുടെ മഹത്വം എന്നാണെന്നറിയോ? പുത്രനെ ആ കാലത്തിന്റെ തികവ് വന്നപ്പോൾ സഭയുടെ ആരംഭം കുറിക്കുവാൻ, ഭൂമിയിലെ മഹത്തായ ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് കൊലോസ്യർ, ഞാനത് ഇവിടെ നിർത്തിക്കൊണ്ട് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സകലത്തിലും താൻ മുമ്പനാവേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ വേണ്ടി ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അവൻ കാൽവറി ക്രൂശിലേക്ക് കരേറിപ്പോയപ്പോൾ ആ ക്രിമിനൽസ് ഡെത്തിനകത്ത് ചൊരിഞ്ഞ ചോരയെ കുറിച്ച് ലോകത്തിനറിയില്ല. അവന്റെ മരണത്തിന്റെ വിധമേ ലോകം അറിഞ്ഞുള്ളൂ. പക്ഷെ ആ ചൊരിയുന്ന രക്തം കൊണ്ട് വീണ്ടെടുക്കാൻ പോകുന്ന ദൈവപദ്ധതിയെ മനസ്സിലാക്കുവാൻ സാമാന്യ ജനത്തിന് കഴിഞ്ഞില്ല. പക്ഷെ അത് അപ്പോസ്തലനിലൂടെ വെളിപ്പെടുത്തുകയാണ്. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അപ്പൊ 3 പോയിന്റ് ആണ് ഞാനത് പറഞ്ഞത്തെ. അത് പിന്നെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എന്താണ് മനുഷ്യന്റെ ദൃഷ്ടിയിൽ
ദൈവത്തിന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തണം. യേശുവിന്റെ റിസറക്ഷൻ, അവൻ ദൈവപുത്രനെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അവന്റെ ആ ദൈവ പദ്ധതിയുടെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ റിഡംഷൻ നടക്കണം, റിസറക്ഷൻ നടക്കണം, റീകൺസിലേഷൻ നടക്കണം. റിഡംഷൻ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? റിസറക്ഷന് മുമ്പേ എന്ത് കൊടുക്കണം? ഉയർപ്പിന് മുമ്പേ മരണം ഉണ്ടാകണം. മരണത്തിലൂടെ എന്ത് ചെയ്യണം? പ്രൈസ് പേ ചെയ്യണം, റാൻസം കൊടുക്കണം, മറുവില കൊടുക്കണം. മറുവില ഉയർപ്പിന് മുമ്പാ കൊടുക്കുന്നേ. മരണത്തിലൂടെ മറുവില, ഉയർപ്പിലൂടെ എന്ത് സംഭവിക്കുകയാണ്? അതെ, നീതീകരണത്തിനായി ആ ദൈവപുത്രന്റെ ആ സാക്ഷ്യം സ്ഥിരീകരിച്ചുകൊണ്ട്, ദൈവപുത്രൻ എന്നുള്ള സാക്ഷ്യത്തെ അടിവരയിട്ടുകൊണ്ട്, സർട്ടിഫൈ ചെയ്തുകൊണ്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് അവൻ വന്നിട്ട് എന്ത് സംഭവിക്കുകയാണ്? മറുവില കൊടുത്തു, ഉയർപ്പ് നടന്നു, റീകൺസലേഷൻ, നിരപ്പ് നടക്കുന്നു. ഈ 3 വാക്കുകൾ ഓർത്തിരിക്കുക: റിഡംഷൻ, റിസറക്ഷൻ, റീകൺസലേഷൻ. നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയി. സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ദൈവവചന ചിന്തകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങനെ ഔന്നിത്യത്തിന്റെ ശ്രേഷ്ഠത ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോസ്തലന്മാരിലൂടെ അങ്ങ് ഏൽപ്പിച്ച് അങ്ങയുടെ ഭക്തന്മാരിൽ അങ്ങ് വെളിപ്പെടുത്തി, അങ്ങ് തന്നെ അങ്ങയുടെ ശിഷ്യന്മാരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തി. ശിഷ്യന്മാര് അങ്ങനെ അത് അനുഭവിക്കണം, അവരത് അറിയണം. ഞങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ആനന്ദിക്കുന്ന ഒരു തലമുറയാകണമെന്ന് യേശു ആഗ്രഹിച്ചു. നമ്മൾ അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആനന്ദിക്കുന്നുണ്ടോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന, പിതാവിന്റെ ഹൃദയത്തോട് ചേർന്ന പുത്രനിലൂടെ ഞങ്ങൾക്ക് പിതാവിനെ വെളിപ്പെട്ട് കിട്ടി. ഞങ്ങൾ അവനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തലമുറ. ഫിലിപ്പോസിൽ നിന്നും തോമസിൽ നിന്നും കർത്താവ് ആഗ്രഹിച്ചു, നമ്മളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ക്രിസ്തു സഭയുടെ ശിരസ്സായി മാറിയത്? എന്ത് പ്രവൃത്തിയിലൂടെയാണ് ക്രിസ്തുവിന് ആ സ്ഥാനം പിതാവായി ദൈവം കൊടുക്കുന്നത്? How Jesus became the head of the church. എന്താണ് അതിന്റെ യോഗ്യത ക്രിസ്തുവിനുള്ളത്? അവന്റെ യോഗ്യത, അവൻ എന്ത് ചെയ്തിട്ടാ ആ കർത്തൃത്വം പരിമേൽപ്പിക്കപ്പെട്ടത്? അവൻ ഇതെന്താ പറയാൻ കാര്യം? കൊലോസ്യ സഭയിൽ എന്ത് സംഭവിക്കുകയാണ്? ഗ്രാജുവലി ഒഴുകിപ്പോകുന്നു. ആ ഒഴുകിപ്പോകുന്ന ആ ദുരുപദേശങ്ങളുടെ കടന്നുകയറ്റത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, അവന്റെ ഔന്നത്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഓർപ്പിച്ച് അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾ ഓർത്തോണം, സഭയുടെ ശിരസ്സാണ് ക്രിസ്തു. എങ്ങനെ അവൻ ശിരസ്സായെന്ന് കൊലോസ്യരെ നിങ്ങൾ അറിയണം. അവൻ ഒരു ദിവസം സ്വയം പ്രഖ്യാപിച്ച് ശിരസ്സാകുകയല്ല. അവൻ ആ ശിരസ്സാകാൻ വേണ്ടി, അവൻ തലയാകാൻ വേണ്ടി, അവൻ കർത്താവാകാൻ വേണ്ടി, സഭയുടെ മുലക്കല്ലാകാൻ വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തതെന്നറിയാമോ? തന്നെയാ. ആ ഏൽപ്പിച്ചു കൊടുക്കലിന്റെ അനന്തര ഫലമാണ്. അതെന്താണ്? അവൻ റിഡംഷന് വേണ്ടി വില കൊടുത്തു, മറുവില കൊടുത്തു. അവൻ റിസറക്റ്റ്, ദൈവനെ ഉയർപ്പിച്ച് ദൈവപുത്രനെന്ന് തെളിയിച്ചു. അതെ, തീർന്നില്ല. അങ്ങനെ അവന്റെ ഔന്നിത്യം വീണ്ടും മനുഷ്യർക്ക് മുമ്പിൽ വെളിപ്പെട്ടു. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായെന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മനുഷ്യർക്ക് പ്രത്യക്ഷനായി. എന്ത് സംഭവിച്ചു? അതുകൊണ്ട് റിസൾട്ട് എന്തുവാ? എല്ലാം പറഞ്ഞ് ഇന്നത്തെ ഈ ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നവർക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാം പറയും, അവസാനം ആപ്ലിക്കേഷൻ ഇല്ല. ആ കർത്താവ് മറുവില കൊടുത്തു, കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. ചോദ്യം, കർത്താവ് മറുവില കൊടുത്തു, ഞങ്ങളുടെ ഗുണം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ദൈവവുമായി നിരപ്പുണ്ടായി. ക്രിസ്തു മുഖാന്തരം, റോമാലേഖനം പറയുന്നു 5:1, ക്രിസ്തു മുഖാന്തരം സമാധാനം, ക്രിസ്തു മുഖാന്തരം ദൈവസ്ഥൽ പ്രവേശനം, റീകൺസിലേഷൻ സംഭവിച്ചു. ഇന്ന് രാത്രി ക്രിസ്തു സഭയുടെ ശിരസ്സായി എങ്ങനെ വന്നു? അതിനുള്ള യോഗ്യത ക്രിസ്തുവിന് എന്ത്? ക്രിസ്തു അതിന് എന്ത് ചെയ്തു? 2, ആ ചെയ്ത പ്രവൃത്തി എന്താണ്? അതിന്റെ പ്രായോഗികത നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അതോ ഘോരം പ്രസംഗിക്കുന്ന പലരുമുണ്ട്. മറുവില കൊടുത്തു, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി യാഗമായി തീർന്നു, അതെ അവൻ നമ്മുടെ എന്ന് പറയുന്നു, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അവന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നു, ഉയർപ്പ് കൊണ്ടാടുന്നുണ്ട്. പക്ഷേ
അവൻ മറുവില കൊടുത്തുകൊണ്ടും ഉയർത്തെഴുന്നേറ്റം കൊണ്ടും മാനവജാതിക്ക് നിനക്കെന്താണ് ഗുണം, നീ എന്താണ് അനുഭവിക്കുന്നതെന്ന് വ്യക്തിപരമായി ചോദിച്ചാൽ പറയാൻ ഉത്തരം നമുക്കുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കോമൺ ജനറൽ കൺക്ലൂഷനിൽ പോയി നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമുക്കൊരു പേഴ്സണൽ കൺക്ലൂഷൻ ഉണ്ട്. അതാണ് നമ്മൾ അനുഭവിക്കുന്ന റീകൺസലേഷൻ, നിരപ്പ്. ആ നിരപ്പ് പ്രാപിച്ച എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവ് തന്റെ പുത്രൻ മുഖാന്തരം, ആ വാക്യം അടുത്ത ആഴ്ച നമ്മൾ ഒന്നുകൂടെ വായിച്ച് നമ്മുടെ ചിന്തകൾ നമ്മൾ തുടരുന്നതായിരിക്കും. കർത്താവിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.